അങ്ങനെ ബീച്ചിൽ കറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാத்தைയും കൂടി വണ്ടി കയറ്റിയിട്ട് നേരെ വിട്ടത് ലുലുമാളിക്കാണ്. ലുലുമാളിലെത്തി ഒഴിഞ്ഞ പറമ്പെല്ലാം കാണേണ്ട താമസം നമ്മളെ പഹയന്മാരെല്ലാം കൂടി വണ്ടി എടുത്ത് 4 കറക്കാണ്ട് കറക്കി. 4 കറക്കം മുഴുവൻ കറക്കി കഴിഞ്ഞില്ലേ അപ്പോഴേക്ക് വന്ന് നമ്മളെ സെക്യൂരിറ്റിമാര് ഒരു പറഞ്ഞ വണ്ടിയിൽ ഇവിടെ നിർത്തിച്ച് പിന്നെ പിള്ളേരെ കറക്കി നേരെ ലുലുമാളിലേക്ക് ഇട്ട് വിട്ട്. കിട്ടിയ ആപ്പിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കാച്ചാന്ന് വെച്ചുകൊണ്ട് എല്ലാവരും പിടിച്ച് നിർത്തിയപ്പോണ്ട് കഥെല്ലാം പറഞ്ഞാണ്ട് ആടിപ്പാടി വരികയാണ് ഈ 2 പഹയന്മാര്. അങ്ങനെ ഓരെല്ലാം കൂട്ടി യോജിപ്പിച്ച് വീണ്ടും നിർത്തിയപ്പണ്ട് കള്ളാപ്പ് ഫേസ് ക്രീമെല്ലാം ഇട്ടും കണ്ട് വീണ്ടും പാഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന പരിപാടിയിലേക്കാണ് അടുത്ത് കിടന്നത്. ഫുഡ് എന്താണെന്ന് തീരുമാനിക്കുന്ന പരിപാടി. അതിന് വേണ്ടി നമ്മൾ 1.5 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ കളഞ്ഞിരിക്കണ്. മൻസൂർ ഇവിടെ തേങ്ങാവെള്ളത്തിന്റെ കുപ്പിലും കണ്ടിട്ട് ജ്യൂസാന്നും പറഞ്ഞിട്ട് അതിന്റെ മഹിമ വിളമ്പാണ്. കള്ളാപ്പ് ആണെങ്കിൽ ഇവിടുത്തെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഫ്രീ ഡെമോ കാണിക്കുന്ന പരിപാടി. ഇതിലൊന്നും പെടാത്തൊരു പഹയുണ്ട്. അപ്പുറത്ത് സാധനം വാങ്ങണമാരി അഭിനയിച്ച് കിടന്ന് കണ്ട് വണ്ടി ഒട്ടി കളിക്കാനുള്ള പ്ലാനാണ്. കള്ളാപ്പ് പിന്നെ ഒരു ബക്കറ്റ് ബിരിയാണി ഉണ്ട് കിട്ടിയപ്പോൾ ആരും കാണാണ്ട് അതും കൊണ്ട് മുങ്ങാനുള്ള പരിപാടിയിലാണ്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടീനെ അടുത്ത് വന്ന് നോക്കുമ്പോൾ തൃശ്ശൂർ പൂരത്തിന് ആന നിരന്ന് നിൽക്കുന്ന ഗമയിലാണ് നമ്മളെ ചെക്കന്മാർ കിടക്കുന്നത്. സൂസി മൻസൂറും കൂടി ഒരു വിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് 2 മൈൽ അപ്പുറത്ത് പോയി നിന്നിട്ട് നമ്മളെ കാത്ത് നിൽക്കണ്ട്. അഫ്താബിന്റെ ദുബായ് തള്ളെല്ലാം കൂടി കേട്ടിട്ട് അവിടെ നിന്ന് എങ്ങനെ കൂടി രക്ഷപ്പെടുന്നുള്ള വഴി ആലോചിച്ച് നിൽക്കണേ നമ്മളെ ചാപ്പി. പിള്ളേർ വരാൻ മിന്നി ലേറ്റ് ആയപ്പോൾ നമ്മളവിടെ ഇരുന്ന് ഓരോ സൊറപറയും കാര്യങ്ങളൊക്കെ കണ്ട് തുടങ്ങി. അക്കുത്തിക്കുത്താന കിങ്ങാണ് കള്ളാപ്പൂ എന്ന് അറിഞ്ഞ പാടിനെ നമ്മളും സൂസി മൻസൂറും കൂടി കള്ളാപ്പൂനെ പിടിച്ചങ്ങോട്ട് പുറത്താക്കി. പിന്നെ നമ്മളെ പിള്ളേരെല്ലാം വന്നും കണ്ട് നമ്മളെ കേക്ക് മുറി കാര്യങ്ങളൊക്കെ സെറ്റാക്കണ പരിപാടിയിലേക്ക് കടന്നു. അവിടെ നിന്ന് നല്ലൊരു പീസ് കേക്കുകൾ ജാമ്യം കണ്ട് നമ്മൾ നേരെ വണ്ടി എടുത്ത് നേരെ പിള്ളേരെ ഇറക്കാൻ വിട്ട്. അപ്പൊക്കെ ബൈ എത്ര ഉള്ളൂ.